മോദി ക്യാബിനറ്റിൽ ഒരു മന്ത്രി, അദ്ദേഹം ഈ ആയുർവേദം അതിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ്, അദ്ദേഹം വന്നിട്ട് കൊച്ചിയിലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാറും കോൺഫറൻസും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾ കണ്ടു കാണും. അപ്പം അതുമായൊക്കെ ബന്ധപ്പെട്ട് പല ആൾക്കാർ ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഉമ തോമസ്, അതായത് PT തോമസിൻ്റെ ഭാര്യ, അവർ MLA ആണ്. കഴിഞ്ഞിടയ്ക്കാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റേജ് പൊളിഞ്ഞ് അവർ ആക്സിഡൻ്റ് ആകുന്നു. ഈശ്വരൻ്റെ ഗ്രേസാൽ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അവർ രക്ഷപ്പെട്ടു. അവർ ഹോമിയോപ്പതി, അവരുടെ ശ്വാസകോശത്തിൻ്റെ പ്രശ്നം ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാണ് മാറിയത് എന്ന് പറയുന്നു. മറ്റു പലരും ഹോമിയോപ്പതി ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊക്കെ പറയുന്നു. ഈ പറയുന്നവർ തന്നെ ഈ പറയുന്ന ആൾ ദൈവത്തെ പോയി കാണുന്നവരുമുണ്ട്, മനസ്സിലാക്കുക. അവരെ കാല് നക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. അതേപോലെ ചില ആൾക്കാരൊക്കെ പറയുന്നു പ്രാർത്ഥന കൊണ്ട് അവരുടെ ക്യാൻസർ മാറിപ്പോയി എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരുണ്ട്. കാരണം അങ്ങനെയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പം ആസ് എ സീനിയർ ജേർണലിസ്റ്റ് ഈ ടോപ്പിക്ക് പല ആൾക്കാരും പറഞ്ഞു ഇതുമായിട്ട് താങ്കളുടെ അഭിപ്രായം പറയണം, അറിയാൻ താല്പര്യമുണ്ട്. അതേപോലെ ഞാൻ പല ഡോക്ടേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നു, ഹോമിയോ ഡോക്ടേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നു. കാരണം എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ മോഡേൺ മെഡിസിൻ ആ ഡോക്ടേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്ന പല ലാബുകളുണ്ട് ഇന്ത്യയിൽ, അവരെ വിളിച്ച് ചോദിക്കുന്നു.